എൻടോർക്ക് ഉപയോഗിക്കണവരെ ശ്രദ്ധിക്കണ്ട. നമ്മളെ വണ്ടിയിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഷോറൂമിൽ കയറണം. ഏകദേശം ഇതിൻ്റെ ഒരു സൗണ്ട് കേട്ടോ കിട്ടും. അങ്ങനെ നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അതിൻ്റെ CVT ട്രാൻസ്മിഷൻ എന്നുള്ള സംഭവം ക്ലച്ച് ബോക്സിൻ്റെ ഉള്ളിൽ ഒരു വിധപ്പെട്ട സാധനങ്ങളൊക്കെ പോയേക്കണം. അപ്പോൾ നമ്മൾ പ്രോപ്പർ സർവീസ് അല്ലാതെ തന്നെ ഫ്രീ സർവീസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം 5ാമത്തെ സർവീസ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ ചെയ്യാത്ത കാരണം നൈസായിട്ട് പണി കിട്ടി. അപ്പോൾ എന്തായാലും അത് മാറ്റാൻ കൊടുത്തിട്ട് ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം 2 ആഴ്ച ചെല്ലണേ. കാരണം ഫണ്ട് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഒപ്പിക്കാനുള്ള ഒരു തന്ത്രപ്പാടിൽ അങ്ങനെ നേരം വഴുകി. അങ്ങനെ നമ്മൾ ഷോറൂമിൽ വണ്ടി നോക്കുമ്പോൾ കാണാമല്ലോ കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ അതിൻ്റെ ബില്ല് മേടിച്ച് സംഭവം നമുക്ക് ബില്ല് കിട്ടി. ഏകദേശം ഒരു ചെറിയ എമൗണ്ട് 5600 സംതിങ് കണ്ടാൽ വന്നത്. വണ്ടി നല്ല കിടലായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ചെറിയ ചെറിയ മൈന്യൂട്ട് സംഭവങ്ങൾ കണ്ടു കിട്ടുക. നമ്മൾ ആ ഫ്രണ്ടിലെ ടയർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അഴിക്കുമ്പോൾ ചെറുതല്ല ഒരു നല്ലൊരു സ്ക്രാച്ച് അവിടെ പറ്റിയിട്ടുണ്ട് റിമ്മുമ്മ ഫ്രണ്ടിൽ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഡിസ്കുമ്പോൾ ചെറിയൊരു എന്തുണ്ട് സ്ക്രാച്ച് പോലെ ഉണ്ട് തടവി വെക്കുമ്പോൾ. അങ്ങനെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ മൈന്യൂട്ട് പരിപാടികൾ. പിന്നെ അതിൻ്റെ ഹാൻഡിൽ ചെറിയൊരു വെട്ടലുണ്ടായിരുന്നു. പക്ഷെ അത് റെഡി ആയിട്ടില്ല. അപ്പോൾ അത് രണ്ടാമത് നമ്മൾ കൊണ്ടു കൊടുക്കണം. പിന്നെ അതുപോലെ ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് പരിപാടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ സാധാരണഗതിയിൽ അവരൊക്കെ ഒന്നും വരാറില്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നാളിന് ശേഷം വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഒറ്റ അടിക്ക് വണ്ടിയാണ് സ്റ്റാർട്ടായി. അപ്പോൾ 2 ആഴ്ച വണ്ടി ഇല്ലാണ്ട് എടുക്കുമ്പോൾ പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവും, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പരിപാടി ഇത്ര ഉള്ളൂ. എൻടോർക്കൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും അടുത്തിൽ കാണുന്നവർക്കും നന്ദി, നമസ്കാരം.